വെക്കേഷൻ എവിടെയും മക്കളെ ടൂറ് കൊണ്ടുപോയില്ല എന്നുള്ള പരാതിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആ പരാതി തീർക്കാനായിട്ട് അവരെ ബീച്ചൊന്ന് കാണിക്കാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എനിക്ക് വെള്ളയപ്പവും ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടേ. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചോറൂടെ കൊണ്ടുപോയാലോ എന്ന്. അപ്പോൾ ആദ്യം പറഞ്ഞു പൊതിച്ചോറ് കിട്ടിപ്പോകാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു പൊതിച്ചോറാണെങ്കിൽ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണം. ഞാൻ പറഞ്ഞു നെയ്ച്ചോറ് വെച്ചിട്ട് പോകാം, അതാവുമ്പോൾ ചിക്കൻ കറി ഉണ്ടല്ലോ, എന്തെങ്കിലും സാലഡും മതി, നമുക്ക് പോയിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അതൊക്കെ റെഡിയായിട്ട് പോവാണ്. കുറേ നേരം അങ്ങനെ പോയി ഒരു ആലപ്പുഴ സൈഡ് എത്താറായപ്പോഴത്തേക്കും നമ്മൾ ചോറൊക്കെ ഉണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ബീച്ചിലെത്തി. ഞങ്ങൾ പോയ സമയത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അപ്പം ബീച്ചിൽ ഇറങ്ങാനായിട്ട് യാതൊരു നിർവാഹവും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ചൂട് കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ പൈനാപ്പിളും ഐസ്ക്രീമും ഒക്കെ വാങ്ങിച്ച് കഴിച്ച് കുറേ നേരം അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ മക്കളുടെ ശല്യം സഹിക്കാതെ വന്നപ്പോൾ അവരെ ബീച്ചിലേക്ക് ഇറക്കിയിട്ടുണ്ട്. ഒരു 4:30 സമയമായിട്ടോ. വെയിലുണ്ടെങ്കിലും പക്ഷെ ചൂടുണ്ടായിരുന്നില്ല, നല്ല കാറ്റുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ ആലപ്പുഴ ഫെസ്റ്റ് നടക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ റൈഡുകളൊക്കെ ഓരോന്നായിട്ട് 6 മണിയാകുമ്പോഴാണ് അത് തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും നമ്മൾ മക്കളെയൊക്കെ ഒന്ന് ഫ്രഷപ്പ് ആക്കിയിട്ട് ചായ കുടിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ. മുട്ട ബജിയും കോളിഫ്ലവർ ബജിയും ഒക്കെ ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ 6 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് റൈഡ്സൊക്കെ ഓരോന്നായിട്ട് ഓണായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മക്കളെയും കുറേ അതിലൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ പോയി. പിന്നെ നമ്മൾ വരുന്ന വഴിക്കൊരു പള്ളിപ്പെരുന്നാളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ വെടിക്കെട്ടൊക്കെയാണ്, അടിപൊളിയായിരുന്നു. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇതിൻ്റെ ഫുൾ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാൻ മറക്കല്ലേ. ടാറ്റ ബൈ.